നാണം കെടുത്തരുത്. ആരോടും ബഹളമൊന്നും വെക്കാനും പോകരുത്. ഒതുങ്ങി നിന്നോണം. ടെക്സ്റ്റൈലിലേക്ക് കയറും മുന്നേ മണിയെയും പാറുവിനെയും പിടിച്ചു വെച്ച് ഉപദേശം കൊടുക്കുകയാണ് നന്ദനും ഗൗതമും. മണി, നിന്നോടാ, നാണം കെടുത്തരുത്. എന്നെപ്പോലെ മാന്യമായി പെരുമാറണം, കേട്ടല്ലോ. പാറു വലിയ കാര്യത്തിൽ പറഞ്ഞു. ഇൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെ പോലെ. അവളോട് മാത്രമല്ല, പ്രത്യേകിച്ച് നിന്നോടാ. നിനക്കാണ് യാതൊരുവിധ ബോധമില്ലാത്തത്. വല്ല പിള്ളേര് എന്തേലും തിന്ന് നടക്കുന്നത് കണ്ട ചെന്ന് ചോദിച്ച് നാണം കെടുത്തിയേക്കരുത്, പ്ലീസ്. നന്ദൻ കൈകൂപ്പിപ്പോയി. ഉറപ്പ് പറയാൻ പറ്റില്ല ഏട്ടാ. വിശപ്പ് വന്നാൽ ഞാൻ എന്നെ തന്നെ മറക്കും. എങ്കിലും ഏട്ടൻ പറഞ്ഞതുകൊണ്ട് ശ്രമിക്കാം. ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം. അവസാനം ഗൗതമിനെ നോക്കി ഒന്ന് കടുപ്പത്തിൽ പാറു പറഞ്ഞു നിർത്തി. ഗൗതം, നീ ഏതാടി എന്ന കണക്കെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. മണി, ഫോളോ മീ. ഓപ്പറേഷൻ സ്റ്റാർട്ടഡ്. പാറു അതും പറഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നു. മണി നന്ദനെ നോക്കി ഇത് കുളമാകും എന്ന മട്ടെ മുഖം ചുളിച്ചുകൊണ്ട് അവൾക്ക് പിറകെ തന്നെ വെച്ചുപിടിച്ചു. ഗൗതം നന്ദനെ വല്ലാത്ത രീതിയിൽ നോക്കി. ഇവളിതെന്തോന്ന്? നിനക്ക് പെങ്ങളായി ഇത് ഒന്നേ ഉള്ളോ? ഇനി വേറെ എവിടെയും? എൻ്റെ അച്ഛനെ സംശയിക്കുന്നോടാ. നന്ദൻ്റെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതും ഗൗതം എല്ലാം കെട്ടിബോധിച്ച കണക്കി ഒന്നിടിച്ചു. ഇവൻ്റെ അല്ലേ പെങ്ങള്? മത്തനവും കുമ്പളവും കുത്തി ചൊറിയഞ്ചേര പോലത്തെ രണ്ടെണ്ണം ഉണ്ടായത് ആദ്യമായി കാണുകയാ. ഗൗതം പിറുപിറുത്തു. പുറത്തേക്ക് വിടാൻ കുട്ടിക്ക് പേടിയാ. സുപ്രഭാത കീർത്തനം ഉച്ചയ്ക്ക് കേൾക്കാൻ താല്പര്യമില്ല. അത് തന്നെ കാരണം. കിട്ടിയില്ലേ? എന്തൊക്കെയോ വാരി വരച്ച് തിരയുന്ന പാറുവിനെ കണ്ട് അങ്ങോട്ട് വന്ന നന്ദൻ ചോദിച്ചു. മണി അവളുടെ എടുപ്പ് കണ്ട് താടയ്ക്കും കൈയും കൊടുത്ത് നോക്കി നിൽക്കുകയാണ്. എൻ്റേത് എടുത്തു കഴിഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. ഈ സാധനത്തിനൊന്നും പറ്റുന്നില്ല. മണി അവളെ നോക്കിക്കൊണ്ട് തന്നെ അവനോടായി പറഞ്ഞു. നീ ഇതൊന്ന് നോക്കിയേ. അമ്മ ഒരു ധാവണി എടുത്ത് കാണിച്ചു. അവൾ അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് എന്തോ ആലോചിച്ചു. ഏയ് ശരിയാകത്തില്ല, എനിക്ക് വേണ്ട. അതിനിടയിൽ എന്തോ കളഞ്ഞു പോയ കണക്കെയാണ് അവളുടെ തിരയിൽ. ഇതിഷ്ടപ്പെട്ടോ? വേറൊന്നെടുത്ത് മുന്നിലേക്ക് വെച്ചുകൊണ്ട് മണി ചോദിച്ചു. പാറു അതൊന്ന് പൊക്കി നോക്കി. കുട്ടി തിരഞ്ഞത് കണ്ടില്ല. വേണ്ട. അപ്പോൾ ഇതൊന്ന് നോക്കിയേ. നന്ദനും വെറുതെ ഒന്ന് എടുത്ത് മുന്നിലേക്കിട്ടു. പാറു മുഖം ചുളിച്ചു. അവൾ മുഖം ഇരു സൈഡിലേക്കും ചലിപ്പിച്ചു. എന്താടാ, എന്താ പ്രശ്നം? അതുവഴി വന്ന ഗൗതം ചോദിച്ചപ്പോഴും പാറു തിരച്ചിലിൽ തന്നെ. ഇവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഏട്ടാ. ഏട്ടൻ തന്നെ ചോദിച്ചേ എങ്ങനെയുള്ളതാ വേണ്ടതെന്ന്. മണി അല്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു. ഗൗതം കയ്യിലെ ഫോൺ പോക്കറ്റിലിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താടി, ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അതെ, എനിക്ക് ഇവിടെ ഇങ്ങനെ നെറ്റുള്ള ചുവന്ന മുത്ത് പിടിപ്പിച്ച ധാവണിയില്ലേ, അത് മതി. അവൾ ഗൗതമിൻ്റെ കയ്യിൽ തോണ്ടിക്കൊണ്ട് കുറച്ചപ്പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് കേട്ട് എല്ലാവരും ഒരുപോലെ അങ്ങോട്ട് നോക്കി. അമ്മയും മുത്തശ്ശിയും ചുറ്റുമൊന്ന് നോക്കി. ബഹളമുണ്ടാക്കിയാൽ ആളുകൾ കൂടുന്ന ഇടമാണോ എന്നറിയണമല്ലോ. നന്ദൻ ശബ്ദിക്കാൻ പോലും ആകാതെ നിൽക്കുകയാണ്. പെങ്ങളുടെ പൂതി അത്രയുണ്ട്. മണി നന്ദനെ ഒന്ന് തോണ്ടി. എങ്ങനെയും ഇവിടുന്ന് എസ്കേപ്പ് ആകണം, അല്ലേൽ ഒരു കൊലപാതകത്തിന് സാക്ഷിയാകേണ്ടി വരും. നന്ദേട്ടാ, ഞാനവിടെ ഒരു സാധനം കണ്ടു. ഏട്ടനിങ്ങ് വന്നേ. നന്ദൻ്റെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് മണി പോയി. അല്ലെങ്കിൽ ഗൗതമിന് മുന്നേ തന്നെ പാറുവിനെ തല്ലുന്നത് നന്ദനായിരിക്കും. ഗൗതം പാറുവിനെ ഒന്ന് കടുപ്പത്തിൽ നോക്കി. ശേഷം ആ ഡമ്മി ധരിച്ച ധാവണിയിലേക്കും. നിനക്കത് തന്നെ വേണം? ഗൗതം ചോദിച്ചതും പാറു നിഷ്കുവായതുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഒന്ന് തല ഉലുക്കി. ആ നെറ്റ് വെച്ച് പിടിപ്പിച്ചത് തന്നെ വേണം? ഗൗതം ഒരിക്കൽ കൂടി ചോദിച്ചു. പാറു എന്തോ വശപ്പശക്കുള്ളതുപോലെ ഗൗതമിനെ നോക്കി. ശേഷം ആ ധാവണിയിലേക്കും. ധാവണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ജാക്കറ്റും പാവാടയും കൂടെ ഒരു വലക്കഷ്ണവും. മോൾക്കത് വേണോടി? ചുറ്റും ആളുകൾ ഉള്ളതുകൊണ്ട് ഗൗതം ഇളിച്ചുകൊണ്ട് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയാൽ അടി മുതൽ വെടി വരെ. വേണ്ടാന്ന് പറഞ്ഞാൽ ഒരടിയിൽ എങ്കിലും രക്ഷപ്പെടാം. അവൾ പെട്ടെന്ന് തന്നെ വേണ്ട എന്ന രീതിയിൽ തല കുലുക്കി. സാരില്ല, എടുത്തോ. അയ്യോ വേണ്ട. വേണ്ടാത്തോണ്ടാ, താല്പര്യമില്ല. പാറു കളം മാറ്റി ചവിട്ടി. ഗൗതം ഒരു ചുവന്ന ധാവണി എടുത്ത് അവൾക്ക് മുന്നിലേക്ക് ചേർത്ത് വെച്ചു. കൊള്ളാം. അതുമാത്രമേ അവൻ പറഞ്ഞുള്ളൂ. അവളുടെ ചുടികളിൽ അതൊരു പുഞ്ചിരി തെളിയിച്ചു. അവൾക്ക് പിന്നെ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിനക്ക് വേറൊന്നും വാങ്ങാനില്ലേടി? അതൊക്കെ അമ്മ വാങ്ങും. അതൊന്നും ചെന്ന് കയറുന്ന പെൺകുട്ടികൾ കാണണ്ടെന്ന് പറഞ്ഞു. മണി ചിരിയോടെയാണ് പറഞ്ഞു നിർത്തിയത്. നന്ദനും ഒന്ന് ചിരിച്ചു. ടെക്സ്റ്റൈൽസിന് പുറത്ത് സിമൻറ്റ് ബെഞ്ചിലുള്ള ഇരിപ്പാണ് രണ്ടുപേരും. അടുത്ത റോഡിലൂടെ ഇടവേളയില്ലാതെ പോകുന്ന വാഹനങ്ങളിലേക്കും ധൃതി പിടിച്ച് നടന്നു പോകുന്ന മനുഷ്യരിലേക്കുമായിരുന്നു അവരുടെ കണ്ണുകൾ. എന്തൊരു തിരക്കിട്ട ജീവിതമാണല്ലേ? അവൾ ആരോടൊന്നില്ലാതെ ചോദിച്ചു. നന്ദൻ അവളെ ഒന്നേ നോക്കിയതുള്ളൂ.
ഇതുപോലൊരു തിരക്കിട്ട ജീവിതവും മെച്ചപ്പെട്ട സാഹചര്യങ്ങളും ഇഷ്ടപ്പെട്ട കരിയറും നിനക്ക് നേരെ വെച്ച് നീട്ടിയതല്ലേ. നീയല്ലേ അത് തട്ടിക്കളഞ്ഞത്? നന്ദൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവളൊന്ന് പതറി. ഇത്രയും കാലം മറച്ചുവെച്ച കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു എന്ന ഞെട്ടലിൽ. നന്ദേട്ടൻ എങ്ങനെ? എന്നോട് വേണുമാഷ് അന്നേ പറഞ്ഞിരുന്നു നിനക്ക് വന്ന ലെറ്ററും ഓഫറും ഒക്കെ. പറഞ്ഞാൽ നീ അനുസരിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഒന്നും ചോദിക്കാനതാ. അവൻ അല്പം ദേഷ്യത്തോടെയായിരുന്നു മറുപടി നൽകിയത്. അപ്പോഴേക്കും അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. താല്പര്യം ഉണ്ടായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തതല്ല നന്ദേട്ടൻ. അന്നത്തെ സാഹചര്യത്തിൽ ഒന്ന് മാറി നിൽക്കണമെന്നൊരു തോന്നൽ. പഠനത്തോടൊപ്പം സാഹിത്യവും കൊണ്ടുപോകാമെന്ന് കേട്ടപ്പോൾ എങ്ങനെയും നന്ദേട്ടൻ്റെയും മുകിലേച്ചിയുടെയും അടുത്തുനിന്ന് രക്ഷപ്പെടണം എന്ന തോന്നലിൽ അയച്ച ആപ്ലിക്കേഷനായിരുന്നു. അതും ആരോടും അനുവാദം പോലും ചോദിക്കാതെ. പക്ഷേ അതൊന്ന് റെഡിയാകാൻ ഒരു കൊല്ലെടുത്തു. ആ സമയത്താണെങ്കിൽ മുകിലേച്ചി ഇയാളും തമ്മിൽ അടിച്ചു പിരിഞ്ഞ സമയവും. എൻ്റെ പൊന്നളിയാ, അന്ന് അനുഭവിച്ച ആ സന്തോഷം. അതിനിടയിൽ ഈ ഓഫർ വന്നപ്പോൾ എനിക്ക് തോന്നി പോകണ്ടെന്ന്. സത്യം പറയട്ടെ, നന്ദേട്ടൻ്റെ ആകെ ചമ്മിയ മുഖം വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം കൊണ്ടും പിന്നെ എനിക്ക് നമ്മുടെ നാടും അവിടുത്തെ ആളുകളെയും വിട്ടു പോകാനുള്ള മടിയുമാണ് കാരണം. എന്തെങ്കിലും എഴുതണമെങ്കിൽ അവിടുന്ന് തന്നെ എഴുതണമെന്ന് തോന്നി. ആരോടും പറയാതെ അതങ്ങ് കീറിക്കളഞ്ഞു. എനിക്ക് ഈ തിരക്കിനിടയിൽ ജീവിക്കേണ്ടായിരുന്നു. എനിക്ക് വേറെ ആരും ആകണ്ടായിരുന്നു. ഞാൻ ജാൻവിയേക്കാ സ്നേഹിച്ചത് മണിക്കുട്ടിയായിപ്പോയി. അവൾ എങ്ങോട്ടോ നോക്കിയാണ് പറഞ്ഞത്. അവൻ്റെ കൈകൾ ബെഞ്ചിൽ വെച്ചിരുന്ന അവളുടെ കൈകളിൽ ഒന്ന് പിടിമുറുക്കി. ആഹാ, രണ്ടും ഇവിടെ വന്നിരിക്കുക. ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? പെട്ടെന്ന് പാറുവിൻ്റെ ശബ്ദം കേട്ട് നന്ദൻ വേഗം തന്നെ കൈ പിൻവലിച്ചു. അവളെ നോക്കി ഒന്ന് പല്ലിയടിച്ചു. നീ ഇപ്പം ഇങ്ങോട്ട് എന്തിനാടിയേ വന്ന് തവളക്കണ്ണി? നന്ദൻ്റെ ചോദ്യത്തിന് അവൾക്ക് പിന്നാലെയായി വന്ന ഗൗതം ഒന്ന് പൊട്ടിച്ചിരിച്ചു. അതെനിക്കിഷ്ടായി. തവളക്കണ്ണി. തവളയുടെ കണ്ണും എരുമയുടെ ശബ്ദവും അരണയുടെ ബുദ്ധിയുള്ള ഒരു പ്രത്യേക തരം ജീവിവർഗം. ഗൗതമും കൂട്ടത്തിൽ പറഞ്ഞു. നന്ദനും കൂടെ ചിരിച്ചതോടെ പാറുവിൻ്റെ മുഖം കൂർത്തു വന്നു. അതോടെ മണി നന്ദനെയും ഗൗതമിനെയും നോക്കി കണ്ണുരുട്ടി. ദേ, രണ്ടിനും എൻ്റെ കയ്യിൽ നിന്നാകും കിട്ടുക. ഇങ്ങനെ കളിയാക്കാൻ മാത്രം അവൾക്ക് എന്താ കുറവ്? അതന്നെ, അങ്ങനെ ചോദിക്കടി. ഇച്ചിരി പിരി കുറവ്, അതാണെന്ന് സമ്മതിച്ചു. എന്നാലും നാക്ക് കൂടുതലല്ലേ? പറ, നിങ്ങൾ തന്നെ പറ. മണിയും ചിരി ഒതുക്കിക്കൊണ്ട് ചോദിച്ചതും ബാക്കി രണ്ടെണ്ണവും ചിരിച്ചു. പാട്ടി. ഒരു നിമിഷം പാറു മണിയെ നന്നായി മനസ്സിലിട്ട് താലോചിച്ചു. മണി അവളെ നോക്കി ചുമ്മാ എന്ന പോലെ ഒന്ന് കണ്ണിറുക്കി. ഏട്ടാ, അമ്മയുടെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിയുമ്പോഴേക്ക് സമയം ഏറെയാകും. ഞങ്ങളെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകോ? കാര്യം സാധിക്കാൻ കഴുതക്കാലും പിടിക്കണമെന്നാണല്ലോ. പാറു പിടിച്ചു. നന്ദൻ്റെ കാര്യം തന്നെ. നന്ദൻ ഒരു നിമിഷം ഗൗതമിനെ നോക്കി. അവനെതിരൊന്നുമില്ല. മണിയാണേൽ ഒരു ഓക്കെ പറഞ്ഞാൽ ഇപ്പോഴും എന്ന കണക്കി നോക്കുകയാണ്. അവരോട് പറയാതെ പോയാൽ തിരക്കില്ലേ? അതിനെൻ്റെ കൈ വഴിയുണ്ട്. പാറു ഒരു കൂസലും കൂടാതെ ഗൗതമിൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ലോക്ക് തുറന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞു. നന്ദൻ ഒരു നിമിഷം ഗൗതമിനെ നോക്കി. സ്ഥിരമാണല്ലേ? നന്ദൻ്റെ സംസാരത്തിൽ നർമ്മം കലർത്തി. ഗൗതമാകെ ഇളിഞ്ഞു ചിരിയിൽ നിന്നു. അച്ഛൻ പറഞ്ഞു പൊക്കോളാൻ. അവരുടേത് കഴിയുമ്പോൾ വിളിക്കാന്ന്. പോകാം. ഏറ്റവും കൂടുതൽ ആവേശം പാറുവിനായിരുന്നു. ഗൗതം ഒന്ന് തലയാട്ടി മുന്നേ നടന്നതും അവന് പിന്നാലെയായി തന്നെ കലപില കൂട്ടിക്കൊണ്ട് പാറുവും ഉണ്ടായിരുന്നു. മണിയാണേൽ അത് കണ്ട് ഇച്ചിരി കുശുമ്പോടെ ഓടിപ്പോയി ഗൗതമിൻ്റെ കയ്യിൽ തൂങ്ങി. എൻ്റെ ഏട്ടനാ, കല്യാണം കഴിയും വരെ നിന്നേക്കാൾ കൂടുതൽ അവകാശം എനിക്കാം. പാറുവിനെ നോക്കി ഇച്ചിരി കുശുമ്പോടെ മണി പറഞ്ഞു. പാറുവിന് ചിരി പൊട്ടിയിരുന്നു. അയ്യോ, കല്യാണം കഴിഞ്ഞാലും എനിക്ക് അവകാശമൊന്നും വേണ്ടായേ, നീ തന്നെ എടുത്തോ. പാറു ഇച്ചിരി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് നന്ദൻ്റെ കൈ പിടിച്ചു. എനിക്ക് എൻ്റെ ഏട്ടനും ഉണ്ട്. അതിന് നീ ഏതാടി? അങ്ങ് മാറി നടക്ക്. നന്ദൻ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ അവളെ പിടിച്ചു മാറ്റി. അതോടെ അവളുടെ മുഖം കൂർത്തു. താൻ പോടോ കള്ളൂടിയാ. ഇതാണ് പറഞ്ഞത്, ഒരു ഒറ്റ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പം എല്ലാവരും ഒന്ന്, ഞാൻ പുറത്ത്. ആയിക്കോട്ടെ. ഇച്ചിരി പിണക്കത്തോടെ പോകുന്നവളെ ഗൗതം പിടിച്ചു വലിച്ചുകൊണ്ട് തൻ്റെ മറുഭാഗത്ത് നിർത്തി. അത് കണ്ടതോടെ ഒരു ചിരിയോടെ മണി ഗൗതമിൽ നിന്നും അടർന്നു മാറി നന്ദനോട് ചേർന്ന് നിന്നു. നന്ദൻ്റെ ഇടതുകരം മണിയുടെ വലതുകരത്തെ പൊതിഞ്ഞു. ബുക്ക് കിട്ടിയോ? ഷെൽഫിൽ അട്ടയിട്ട പുസ്തകങ്ങളിലൂടെ കൈയോടിച്ചു പോകുന്ന മണിയെ കണ്ട് നന്ദൻ ചോദിച്ചു. അവൾ ചെറുതിലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് തന്നെ ശ്രദ്ധ നൽകി. അതിലൊന്നെടുത്തു മെല്ലെ മറിച്ചു. യാ അല്ലാ, ഇനിയെങ്കിലും നീ എന്നെ ശിക്ഷിക്കൂ. നിന്നിലും അധികം ഞാൻ അവനെ സ്നേഹിച്ചു പോയി. കമലാ സുരയ്യയുടെ പ്രശസ്തമായ വരികൾ. അതിനേക്കാൾ ആ വരികൾ പ്രണയത്തിൻ്റെ തീവ്രത അറിയിക്കാൻ കെൽപ്പുള്ളതായിരുന്നു. അതല്ലേ പ്രണയം? ഒരാളിൽ ജീവിതം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഭ്രാന്തമായ വികാരം.
നന്ദേട്ടനറിയാവോ, ഈ വരികളോട് എനിക്ക് എന്ത് പ്രണയമാണെന്ന്. ഇത് വായിക്കുമ്പോൾ പണ്ടെൻ്റെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് നന്ദേട്ടൻ്റെ മുഖമായിരുന്നു. എനിക്ക് വേണ്ടി ഒരു നോട്ടം പോലും നൽകാത്ത നന്ദേട്ടനോട് പരിഭവം തോന്നുമായിരുന്നു, സങ്കടം വരുമായിരുന്നു. പണ്ട് അവളോട് കാണിച്ച അവഗണന ആ കൊച്ചു പെണ്ണിൻ്റെ ഹൃദയത്തെ എത്രമാത്രം കീറിമുറിച്ചുവെന്ന് ആ വാക്കുകളിലൂടെ തന്നെ അവന് മനസ്സിലാക്കാൻ സാധിച്ചു. അതങ്ങനെയാണ്, തിരികെ പ്രണയം ലഭിക്കുമോ എന്ന ഉറപ്പ് പോലും ഇല്ലാതെയുള്ള പ്രണയങ്ങൾ. അതിന് നോവ് കൂടും. പറയാൻ കഴിയാതെ ഉള്ളിൽ വീർപ്പ് മുട്ടിക്കഴിയുന്ന, പ്രകടിപ്പിക്കാൻ കഴിയാത്ത വികാരത്തിന് ഹൃദയത്തെ കീറിമുറിക്കാനുള്ള ശക്തിയുണ്ട്. ഒരു നാൾ ആ പ്രണയം നമുക്ക് ലഭിച്ചാലും ആ വേദന ഉള്ളിൽ മായാതെ കിടക്കും. നന്ദനും ഉള്ളിൽ ഒരു സങ്കടം തോന്നി. അവളെ അന്ന് ചേർത്ത് പിടിക്കാഞ്ഞതിന്, അവളുടെ പ്രണയം മനസ്സിലാക്കാതെ പോയതിന് ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു.